ആ സൈന, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഞാൻ വിളിച്ചതേ, നമ്മുടെ ചെറിയ മരുമകളില്ലേ ഇവിടുത്തെ, അവള് അവൻ്റെ അടുത്തേക്ക് പോവാണ് അടുത്ത ആഴ്ച. അപ്പം അത് പറയാനൊക്കെ ആയിട്ടാണ് എനിക്ക് വിളിച്ചത്. കഴിഞ്ഞ മാസം തന്നെയാണ് അവൻ ഇങ്ങോട്ട് വന്നത്. വന്നപ്പോൾ അവൾക്ക് ലീവില്ലല്ലോ, അവൾ ജോലിക്ക് പോണതിൻ്റെ തിരക്കല്ലേ. 10 ദിവസം ആ ചെക്കൻ വന്നിട്ട് അവൾ ഇങ്ങോട്ട് ഒരു ദിവസം പോലും അവൻ്റെ കൂടെ നിന്നില്ല. അവൾ അഹങ്കാരം. അപ്പോൾ അവൾക്ക് ലീവ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരുടെ കൂടെ അവൾക്ക് നിൽക്കണമല്ലോ, അത് അവൾക്ക് പറ്റില്ല. അവൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവൾക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ അവൾക്ക് എവിടെ നിന്നാണോ കുത്തിപ്പൊന്നിച്ച ലീവ്? അവൾ പോകും എന്നിട്ട് അടുത്ത ആഴ്ച. അല്ലെങ്കിൽ അത് അവൾക്ക് അവിടെ നിൽക്കാനാണല്ലോ ബുദ്ധിമുട്ടും കാര്യങ്ങളും. അവളുടെ കെട്ടിയവൻ്റെ അടുത്ത് ഇപ്പോൾ അവൾക്ക് ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ആദ്യം കെട്ടിയവൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്നിട്ടല്ലേ കെട്ടിയവൻ്റെ അടുത്ത് നിൽക്കാൻ പാടുള്ളൂ. അങ്ങനല്ലേ അതിൻ്റെ ഒരു പതിവ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞതാണ്, എന്നോട് വിളിച്ച് പറഞ്ഞതല്ലേ മോളെ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ഒരു കാര്യം കണ്ടില്ല, അഹങ്കാരം. ജോലിക്ക് പോകുക എന്നുള്ളതിൻ്റെ അഹങ്കാരം പിടിച്ച് നടക്കുകയാണ്. എന്താ ചെയ്യുക? നമ്മുടെ കുട്ടി പാവമായതുകൊണ്ട് ഓനോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനൊരു പാവം. മോളെ, നമ്മുടെ മോൾ പോവാണ് അടുത്ത ആഴ്ച. അവൾ പോവുക, അവൻ്റെ അടുത്തേക്ക് പോവാണ്. ദുബായിൽ തന്നെയാണ്. അവർക്ക് അവിടെ വീടൊക്കെ ഉണ്ട്. അപ്പം അവൻ 2 മാസം മുമ്പല്ലേ വന്ന്. അത്രയൊന്നും നിന്നില്ലല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. 2 കൊല്ലത്തിലാകെ കുറച്ച് ദിവസം അവർ നിന്നിട്ടുള്ളൂ. അപ്പോൾ അവരും മനസ്സിലാക്കി ഇതാക്കണ്ടേ. വീട്ടിലൊക്കെ അത് പിന്നെ നിൽക്കാമല്ലോ, വീട്ടുകാരായിട്ടല്ലല്ലോ. അവർ രണ്ടുപേരും കൂടെ ഒന്ന് മനസ്സിലാക്കി ജീവിക്കണ്ട. അവരല്ലേ ജീവിക്കേണ്ടവർ, അവർ ജീവിക്കട്ടെ. അവൾക്കും ഉണ്ടാവില്ലേ സങ്കടവും വിഷമമൊക്കെ, അവളുടെ കെട്ടുവൻ്റെ അടുത്ത് നിൽക്കാത്തത്. അവർ പോയി ഇതാക്കട്ടെ. പിന്നെ വീട്ടുകാർ അവരങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നോളുന്ന്, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഇപ്പം നമുക്ക് നമ്മുടെ മോളുടെ സന്തോഷവും അവളെങ്ങനെ ഇരിക്കണം അത് മാത്രം നോക്കിയാൽ പോരെ. ബാക്കിയൊക്കെ പിന്നെ വരുന്നിടത്ത് വെച്ച് കണ്ടാൽ പോരെ. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അതൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതാണ്.